രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ ഇപ്പോ അദ്ദേഹത്തിനെതിരെ ഞെട്ടിക്കുന്ന ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ് ചരിത്രകാരനും എഴുത്തുകാരനൊക്കെ ആയിട്ടുള്ള ഒരു പബ്ലിക് ഇന്റലക്ച്വൽ ഒക്കെ ആയിട്ടുള്ള രാമചന്ദ്ര ഗുഹ. ഈ രാമചന്ദ്ര ഗുഹയും ശശി തരൂരും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാദപ്രതിവാദവും നടക്കുകയാണ്. രാമചന്ദ്ര ഗുഹ ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്, പ്രധാനമന്ത്രിയായാൽ ഗൗരവകരവും സങ്കീർണവുമായ ഒരു സാഹചര്യം വിവേകത്തോടെയും സമചിത്തതയോടെയും കൈകാര്യം ചെയ്യാൻ തനിക്ക് കഴിയുമെന്ന് രാഹുൽ കാണിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ അമ്മയും അച്ഛനും മുത്തശ്ശിയും മുതുമുത്തച്ഛനും പ്രധാനമന്ത്രി ആയിരുന്നു എന്ന അർഹത മാത്രമാണ് അദ്ദേഹത്തിന് യോഗ്യതയായിട്ട് ഉള്ളത് എന്നാണ് ശശി തരൂർ ഇതിനെ ഖണ്ഡിച്ചുകൊണ്ട് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ ഇതിനെ വിലയിരുത്താം? അല്ല, ഇതിൻ്റെ ഈ ചർച്ചയിലേക്കൊന്നും ഇപ്പോൾ പോകേണ്ട ഒരു ആവശ്യമില്ല. കാരണം ആകെ കോൺഗ്രസിലുള്ളത് 99 സീറ്റാണ്. 3 സംസ്ഥാനങ്ങളിലാണ് അധികാരമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പം ഇത്തരം ചർച്ചയിലേക്ക് ആവശ്യം എന്താണെന്ന് തന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അടുത്ത തവണ 2029 നരേന്ദ്രമോദി ഭരിക്കാനുള്ള എല്ലാ സാഹചര്യമുണ്ട്. ഇനി ജനങ്ങൾ കൊടുക്കാത്ത മാൻഡേറ്റ് പോലും അവരുണ്ടാക്കി എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് രാമചന്ദ്ര ഗുഹ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹം കരൺ താപ്പറിന് കൊടുത്തിട്ടുള്ള ഏതാണ്ട് 34 മിനിറ്റുള്ള ഒരു ഇൻ്റർവ്യൂവിലാണ് ഈ വാചകങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അത് ഏതാണ്ട് ഒരു 8 ദിവസം മുമ്പുള്ള ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇതിൻ്റെ ഇത്ര വലിയ സംശയത്തിനൊന്നും ആവശ്യമില്ല ഒന്നും. ഇനി ഇതിൽ ഏറ്റവും വലിയ തമാശ എനിക്ക് തോന്നിയത് അറിയാം, അത് ഈ നമ്മുടെ പ്രിയപ്പെട്ട ശശി തരൂർ നടത്തിയിട്ടുള്ള ഒരു കമൻ്റാണ്. ആ കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, ബറാക് ഹുസൈൻ ഒബാമ അദ്ദേഹം മറ്റേ പ്രസിഡന്റായി അമേരിക്കയുടെ പ്രസിഡന്റായി വന്നപ്പോഴത്തേക്ക് അദ്ദേഹം ഇല്ലിനോയിലെ ഒരു സെനറ്റർ മാത്രമായിരുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ പിന്നെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് ഭരണം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കൊണ്ടുപോകേണ്ടതല്ല, അത് നിരവധി ആളുകളുടെ സഹായത്തോടുകൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുകൊണ്ട് നമ്മൾ ഇതൊന്നും പറഞ്ഞ് തർക്കിക്കുന്നില്ല എന്നുള്ളതാണ്. എനിക്ക് ഏറ്റവും ആദ്യം ഓർമ്മ വന്ന എന്താണെന്ന് വെച്ചാൽ, ഈ ബറാക് ഹുസൈൻ ഒബാമ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞേക്കണത് എന്താണെന്നറിയോ? അദ്ദേഹം രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞേക്കുന്നത് രാഹുൽ ഗാന്ധി ഒട്ടും മെച്ചുവേർഡല്ലാത്ത, ഒട്ടും പ്രോപ്പർ അല്ലാത്ത, ഇതിനൊന്നും പ്രാപ്തനല്ലാത്ത ഒരാളാണെന്നാണ് അദ്ദേഹം പണ്ട് പറഞ്ഞിരുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ ആ ഒബാമ വെച്ചിട്ട് ആരായിട്ട് കമ്പയർ ചെയ്തു? രാഹുൽ ഗാന്ധിയായിട്ട് കമ്പയർ ചെയ്യുന്നു. സത്യത്തിൽ ഇനി അടുത്ത തവണ ശശി തരൂരിനെ കാണുമ്പോൾ മിക്കവാറും ഒബാമ മിണ്ടാൻ പോലും സാധ്യതയില്ല. കാരണം എന്ന് വെച്ചാൽ എന്തൊക്കെ പറഞ്ഞാലും ഞാനായിട്ട് കമ്പയർ ചെയ്തുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ഇതിൻ്റെ വാക്കുകളൊക്കെ നമുക്ക് വിടാം, പക്ഷെ അതിൻ്റെ അടിസ്ഥാനം എന്താണെന്നറിയാം. അടിസ്ഥാനം രാമചന്ദ്ര ഗുഹയടക്കം നരേന്ദ്രമോദിയെയും BJPയുടെയും അവരുടെ സംഘപരിവാറിനെയൊക്കെ എതിർക്കുന്ന ഒരാളുകളാണ്. അവർ വർഷങ്ങളായിട്ട് എതിർത്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ മാതൃഭൂമിയിൽ വരുന്ന ലേഖനങ്ങളും അല്ലെങ്കിൽ നാഷണൽ ഡെയിലികളിലും വരുന്ന ലേഖനങ്ങളും. അദ്ദേഹം പ്രമുഖരായിട്ടുള്ള ചരിത്രകാരനാണ്. അപ്പോൾ അദ്ദേഹം പണ്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് എല്ലാ സ്റ്റേറ്റുകളിലും ഓരോ മോദി കൂടിയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കേരളത്തിൽ അങ്ങനെ പിണറായി ആണെങ്കിൽ മറ്റേ ബംഗാളിൽ മമതാ ബാനർജി ആണെന്നൊക്കെ പറയുന്ന ഡിഫറൻ്റ് ആയിട്ടുള്ള നിരീക്ഷണങ്ങളുള്ള ഒരാളാണ്. ഇവരുടെയൊക്കെ നിരാശയാണെന്ന് പുറത്തേക്ക് പറഞ്ഞതെന്ന് കോൺഗ്രസ് മനസ്സിലാക്കണം. അല്ലാതെ ശശി തരൂർ ഈ അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഡിഫെൻഡ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം എന്താ? ഒരു തെരഞ്ഞെടുപ്പും ജയിക്കാൻ പറ്റുന്നില്ല, ഒരു സ്ഥലത്തും പ്രോപ്പറായിട്ട് ഇടപെടാൻ പറ്റുന്നില്ല. ഇപ്പം തന്നെ എന്താണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും ആലോചിച്ച് നോക്കി. ഈ കഴിഞ്ഞ തവണ കേരളത്തിൽ വന്നിട്ട് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് CPMൻ്റെയും CPIയുടെയും ഒക്കെ ചെറിയ നമ്പറേ അവർക്കുള്ളൂ. പക്ഷെ അവരുടെ കൂടി സപ്പോർട്ടോടുകൂടിയാണ് പുള്ളി പ്രതിപക്ഷ നേതാവായിരിക്കുന്നത്. അതേ പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നിട്ട് പറയുകയാണ് ഇവര് CJP ആണ്, അതായത് ഇവര് BJPയുമായിട്ട് കൈകോർക്കുന്ന ആളുകളാണ്. ഗൗതം എന്നെ സപ്പോർട്ട് ചെയ്ത് എന്നെ പ്രതിപക്ഷ നേതാവാക്കിക്കണേ, എന്നിട്ട് ഞാൻ ഗൗതത്തിനെ കുറിച്ച് പറഞ്ഞു ഗൗതം BJPയുടെ ഏജന്റ് ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? എന്നിട്ട് ഈ കഴിഞ്ഞ ഇന്ത്യ മുന്നണിയുടെ മീറ്റിങ്ങിൽ വെച്ചിട്ട് ആ പ്രശ്നം ഉയർത്തിയപ്പോൾ രാഹുൽ ഗാന്ധി വളരെ സിമ്പിളായിട്ട് പറഞ്ഞേക്കണ വാചകം എന്താണെന്നറിയോ? അത് അവിടെ വരുമ്പോഴത്തേക്കും അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർ പറഞ്ഞു തന്നത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഭാഗ്യത്തിന് പുള്ളിയും കൂടി സംഭവിച്ചു. ഇനി ഇത് പറയുമ്പോൾ KC വേണുഗോപാലിന്റെ അടുത്ത കമന്റ് എന്താണെന്നറിയോ? KC വേണുഗോപാൽ ചോദിക്കുന്ന ഒരു അടുത്ത കമന്റ് എന്താ വെച്ചാൽ, കോൺഗ്രസ് മറ്റേ BJPയുടെ B ടീമാണെന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലെന്ന് ചോദിക്കണം. അപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ മൂവ്മെന്റ് ആക്കി ഇന്ത്യ മുന്നണിയെ മാറ്റിയെടുക്കാനുള്ള ഒരു പരിശ്രമവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിട്ട് CJP എന്ന് പറഞ്ഞൊരു മുന്നണിയാണെന്ന് പറഞ്ഞ് ഇവിടെ ന്യൂനപക്ഷ വോട്ട് കൺസോളിഡേറ്റ് ചെയ്യാനാണ്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കുമ്പോൾ പുള്ളി പറയണ്ടേ, എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഞാൻ അവരുടെ കൂടി സപ്പോർട്ടോടുകൂടി ഇവിടെ ഇതായിട്ടുള്ള ഒരാളാണ്, ഇപ്പൊ പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അത് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്തും. നമുക്ക് താൽക്കാലികമായ നേട്ടത്തിന് വേണ്ടി ഇത്തരം ഡയലോഗൊക്കെ പറയാനുള്ള നിങ്ങളത് ഇവിടെ പറഞ്ഞു, കുഴപ്പമില്ല. പക്ഷെ ഞാനായിട്ട് അത് എന്ത് ചെയ്യില്ല, പറയില്ല എന്ന് പറയാനുള്ള ഉത്തരവാദിത്വം അദ്ദേഹത്തിനുണ്ട്. ഒന്ന്. ഇനി രണ്ടാമത്തേത്, ഇപ്പൊ
യഥാർത്ഥത്തിൽ ഇപ്പോഴാണ് അദ്ദേഹത്തിന് മമതാ ബാനർജി ഒന്നാലോചിച്ച് നോക്കും, ഇന്ത്യ മുന്നണിയൊക്കെ എത്ര കോമഡി ആയിരുന്നു എന്ന് ആലോചിച്ച് നോക്കും. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയുടെ ചെയർമാനായിരുന്നു, നാളെ രാവിലെ നോക്കുമ്പോൾ പുള്ളി BJPയുടെ ഒപ്പം ഇരിക്കുകയാണ്. മനസ്സിലായി? സത്യം പറഞ്ഞാൽ പഴയൊരു കാർട്ടൂൺ ഉണ്ടായിരുന്നു, നരേന്ദ്രമോദിയുടെ ഒക്കത്തിരിക്കണയുടെ പുള്ളി ഇന്ത്യ മുന്നണിയുടെ ചെയർമാൻ എന്ന് പറയും. ഇപ്പൊ മമതാ ബാനർജി വന്നിട്ടുണ്ട്. ഇപ്പൊ മമതാ ബാനർജി വന്നിട്ട് എന്താ പ്രയോജനം എന്നുള്ളത് വേറൊരു കാര്യം. കാരണം മമതാ ബാനർജിക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് അവർ വന്നേക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇത്തരത്തിൽ ഇപ്പൊ ഇത് അത് കൂടാതെ ഇവർ ലെറ്റർ എഴുതാൻ തീരുമാനിച്ചു എല്ലാവരും കൂടി. എന്ത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് നിങ്ങൾ പബ്ലിക്കിൽ ഇറങ്ങി സമരം ചെയ്യുമെന്ന് ഈ പറയുന്ന പോലെ 22 ലക്ഷം കുട്ടികളെ ബാധിക്കുന്ന നീറ്റ് പരീക്ഷയുടെ ലീക്കേജിനെതിരെ അല്ല ഞാൻ പറയുന്നത്. രാഹുൽ ഗാന്ധിയും ഈ പറയുന്ന അവരുടെ കൂടെയുള്ള 200-ലധികം MP ഇവർക്ക്. ആ MP ഇപ്പൊ മമതാ ബാനർജിയുടെ പോയി എന്ന് വിചാരിച്ചു. പക്ഷെ DMK അടക്കമുള്ള എല്ലാ MP കൂട്ടിക്കൊണ്ട് ഇവര് പൊതുനിരത്തിൽ സമരം ചെയ്തിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യാൻ പറ്റും? അത് വരെ കോക്രോച്ച് ജനതാ പാർട്ടിയെ പോലെ അടിച്ചമർത്താൻ പറ്റുമോ? ഇല്ല. കാരണം ഒന്ന് പ്രതിപക്ഷ നേതാവാണ്, ഒന്ന് മറ്റേ MP ഒരു കാരണവശാലും തട്ടിയാൻ പറ്റില്ല. ഇനി അങ്ങനെ വന്നാലുള്ള സംഭവം എന്താ? കേരളത്തിലും ഇന്ത്യയിലെമ്പാടും വലിയ സമരം നടക്കില്ലേ? കാരണം എല്ലാ സ്ഥലത്തെയും പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്തുകൊണ്ട് സമരത്തിനും പോകാതെ വെറുതെ വന്നിരുന്ന് ചായയും കട്ട്ലറ്റും കഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റവും പറഞ്ഞിട്ട് പിരിയണേ. എല്ലാവരോടും സ്നേഹമാണ്, എല്ലാവരും അഖില ലോക സ്നേഹമാണ് അഖില സാരമൂഴിയിൽ. പിന്നെ അതിലെ ജഗതി പണ്ട് മറ്റേ വെള്ളമൊടിച്ചിട്ടൊരു ആസാമിയായിട്ടൊരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിൽ ജഗതി എന്ന് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഒരിക്കലും ദുഃഖം ഉണ്ടാവില്ല, 2 കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്ന് പറയണം. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞേ, സ്വിച്ച് ഇട്ടാൽ ബൾബ് കത്തും, പക്ഷെ ബൾബ് ഇട്ടാൽ സ്വിച്ച് കത്തില്ല. അടിച്ച് കോർഡിനേറ്റ് വായി തോന്നി പറയണേ. സത്യത്തിൽ എനിക്ക് കഴിഞ്ഞ ദിവസം കൊണ്ടപ്പോ അതാ തോന്നിയത്, ഇവരെന്തൊക്കെയാണ് ഇവർ ചെയ്യണമെന്ന് എനിക്കൊരു മനസ്സിലായില്ല. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കത്തെഴുതുന്നു. ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒപ്പം ഒരു പ്രണയലേഖനം മറ്റേ നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ കൂടി എഴുതണ്ട. അവരപ്പം തന്നെ ഒറ്റോട്ടയിലേക്ക് ഇടും, അല്ലാതെ വേറെ എന്ത്? ഈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്താണ് മറ്റേ ഡയലോഗ് കോക്രോച്ചിനെ കുറിച്ച് വിട്ടേന്ന് ആലോചിക്കണം. അദ്ദേഹത്തിന് ഇവര് കത്തെഴുതി കളിക്കാൻ പോണേ. ഇനി അവര് ഇവിടെ നിന്ന് അങ്ങോട്ടൊരു കത്തെഴുതും, പിന്നെ പുള്ളി ഇങ്ങോട്ട് ഒരു കത്തെഴുതുമായിരിക്കും, ഇനി വീണ്ടും കത്തോട് കത്തുകളായിരിക്കും. എന്താ പറയണത്? വെറുതെ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന് പണിയുണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞില്ലേ, തേന്മാവിൻ കൊമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിലൊരു ഡയലോഗ് ഉണ്ട്, വഴി കുത്തിയിരിക്കാതെ വീട്ടിൽ പോകാൻ പറ്റും. ഇതിലിപ്പോ രാമചന്ദ്ര ഗുഹ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ BJP മോഡിയും വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഈ BJP വിരുദ്ധരായിട്ടുള്ള ആളുകൾ പോലും എന്നോട് ചോദിക്കുന്നു, രാഹുൽ ഗാന്ധി എങ്ങനെയാണ് ഒരു ചൈനയുമായിട്ടൊരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിനെ നേരിടുക, എമർജൻസി വന്നു കഴിഞ്ഞാൽ അതിനെങ്ങനെയാണ് നേരിടുക? ഇയാള് ഒട്ടും ക്വാളിഫൈ ചെയ്യുന്നില്ല എന്നാണ് അവസാനം അദ്ദേഹം പറയുന്നത്. അല്ല, പുള്ളി ചോദിച്ച 2 വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഗൾഫിലെ പ്രശ്നം വന്നാൽ എന്ത് നേരിടും, അതുപോലെ ചൈനയായിട്ട് യുദ്ധം വന്നാൽ എങ്ങനെ നേരിടും എന്നൊക്കെയാണ് ചോദിക്കണം. അതൊക്കെ വലിയ വലിയ പ്രശ്നമല്ലേ? ഞാൻ പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി അതൊക്കെ രാമചന്ദ്ര ഗുഹ ആലോചിച്ച് തലമുണ്ടാക്കേണ്ടതില്ല. കാരണം എന്ന് വെച്ചാൽ പുള്ളി പ്രധാനമന്ത്രി ഒന്നും ആകാൻ പോണില്ല അടുത്തേക്കും. അതുകൊണ്ട് അത് കാലപ്പെട്ടുണ്ട്. ഞാൻ പറയുന്നത് പുള്ളി ഒരു പ്രതിപക്ഷ നേതാവായിട്ട് പെർഫോം ചെയ്യേണ്ടത്. ഗൗതം നാളെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് മറ്റേ ചെയ്യില്ല മറിച്ച് ചെയ്യില്ലെന്ന് ഞാൻ ഇവിടെ നിന്ന് പറയേണ്ട പോലെ ആവശ്യമില്ല. ആളുകൾ ഒരിക്കലും എനിക്ക് വല്ല കംപ്ലൈന്റ് ആണെന്നിരിക്കും. ഇനി ഞാൻ അങ്ങനെയാണെന്ന് വിചാരിച്ച് ഗൗതം സംസാരിക്കേണ്ട ആവശ്യമില്ല, കാരണം ആകാൻ പോണില്ല. പിന്നെ എന്തിനാണ് ഇതൊക്കെ ചർച്ച ചെയ്യണത്? അതൊക്കെ വിട്ടേക്ക്, അതൊക്കെ പോളിഞ്ഞ് പാളിച്ചായി, അതൊക്കെ വിട്ടേക്ക്. പ്രതിപക്ഷ നേതാവായിട്ട് ഈ നാട്ടിൽ നിന്ന് സമരം ചെയ്യുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇവിടെ ഇതേ ഫ്ലോറിൽ ഇരുന്ന് ഗൗതം അറിയേണ്ടത് ആദ്യത്തെ രാഹുൽ ഗാന്ധിയുടെ സ്പീച്ച് അടക്കം, ലോക്സഭയിലെ സ്പീച്ച് അടക്കം വളരെ ആവേശത്തോടു കൂടി ഞാൻ വീഡിയോ എടുത്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്താ, എനിക്ക് ഇന്നലത്തെ ശരിക്കും റിപ്പോർട്ടുകൾ കണ്ടപ്പോൾ, ഇംഗ്ലീഷ് പത്രത്തിൽ റിപ്പോർട്ട് കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. അതായത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യക്ക് കത്തെഴുതും എന്ന് പറയണം. ഇവിടെ രാഹുൽ ഗാന്ധി ശരിക്കും എവിടെയാണ് പരാജയം നേരിടും? കൺസിസ്റ്റൻസി ഇല്ല. ഇപ്പൊ വോട്ട് ചോരി എന്തായി? ഞാനും ഗൗതമായിട്ട് വലിയ നമ്മളൊക്കെ ആവേശത്തോടെ ചർച്ച ചെയ്താണല്ലോ വോട്ട് ചോരി. എന്തായി വോട്ട് ചോരി? എന്താണ് വോട്ട് ചോരിയുടെ അവസ്ഥ? എന്താ ഇപ്പൊ? പുള്ളി ഒരുപാട് വോളണ്ടിയറെ ചേർത്തല്ലോ കൂടെ. എന്താണ് അതിന്റെ അവസ്ഥ? എന്താ ഇപ്പൊ? പിന്നെ ഇന്ത്യ മുന്നണിയിൽ ഇപ്പൊ ആരാ ഉള്ളത്? ഇത് ഒരു കാര്യമുള്ളത്. പിന്നെ രണ്ടാമതൊരു കാര്യം കൂടി ഉണ്ട്. ഒരു സാധാരണ ഒരു പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ലെവലിൽ പണ്ട് മറ്റേ AKG പ്രതിപക്ഷ നേതാവായിരുന്നു. പ്രതിപക്ഷ നേതാവ് ആയിട്ടില്ല, പക്ഷെ പ്രതിപക്ഷ നേതാവിന്റെ ഒരു സ്റ്റാറ്റസ് കൊടുത്തിരുന്നു. ശരിക്കും 10% ആളുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവാൻ പറ്റും. അങ്ങനെ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്ത് നെഹ്റു കൊടുത്ത പോലെയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയോട് ജയപ്രകാശ് നാരായണൻ ഏറ്റുമുട്ടിയ പോലെയോ ഏറ്റുമുട്ടാൻ പറ്റുന്ന ഒരു പരിതസ്ഥിതിയല്ല ഇപ്പൊ. അപ്പുറത്ത് നിൽക്കുന്നത് പല്ലും നഖവും ഉപയോഗിച്ച് ഒരു ധാർമ്മികതയും ഇല്ലാതെ എന്തും ചെയ്ത് ജയിക്കാന്ന് പറയുന്ന ഒരു ടീമാണ്. അപ്പൊ അതിനെ അടിച്ച് തകർത്തി വീഴണമെന്നുണ്ടെങ്കിൽ അതേപോലെയുള്ള ഗംഭീരനായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവായി പുള്ളി പരിഷ്കരിക്കണം പുള്ളീനെ. അല്ലാതെ വെറുതെ എക്സുവൽ വന്ന് പോസ്റ്റ് ഇട്ടത് കൊണ്ടൊന്നും കാര്യമില്ല. സത്യത്തിൽ അത്തരത്തിലുള്ള നിരാശയാണ് ഞാൻ വിചാരിക്കുന്നത് രാമചന്ദ്ര ഗുഹ. പുള്ളി തന്നെ വിചാരിച്ചിട്ടുണ്ട് ദൈവം എന്തോരം പേനയും മഷിയാണ് ഈ എഴുതി തീർക്കുന്നത്.
എന്തോരം എഴുതിയിട്ടുണ്ടെന്ന് അറിയോ താങ്കൾ നോക്കുമ്പോൾ അയച്ചാൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോ. രാമേന്ദ്ര ഗുഹയുടെ ശരിക്കും കഴിഞ്ഞ 10 കൊല്ലം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 100, 150, 200 ലേഖനം ഉണ്ടാവും. ഇതൊക്കെ ഗൗതം വിചാരിക്കുന്ന പോലെ ഇപ്പൊ ഞാനൊക്കെ ലേഖനം നന്നായിട്ട് എനിക്ക് എഴുതാൻ അറിയാവുന്ന ഒരാളാണ്. ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എനിക്ക് ഓൾ കേരള ഫസ്റ്റ് കിട്ടിയിട്ടുള്ളതാണ് ലേഖന മത്സരങ്ങളിൽ. പക്ഷെ പിന്നെ എനിക്ക് മടിയാണ്, കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ടൈം എടുക്കും എഴുതാനായിട്ട്, അല്ലാതെ ആശയങ്ങളില്ലാഞ്ഞിട്ടല്ല. ഞാൻ ഫേസ്ബുക്കിൽ പോലും കുറിപ്പിടാറില്ല. ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, രതീഷ് ഈ പറയുന്ന കാര്യങ്ങൾ ഗംഭീരമായിട്ട് കുറിപ്പാക്കി ഇട്ടുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട് വീഡിയോ എടുക്കുന്നത്. പക്ഷെ വീഡിയോയിൽ നമ്മൾ ഫ്ലോയിൽ പറഞ്ഞു അതുപോലെയല്ല നമ്മൾ എഴുതുക, നമ്മൾ എഴുതണം, തിരുത്തണം, പിന്നെ എഴുതണം. അപ്പൊ അത്തരം പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല. രാമേന്ദ്ര ഗുഹയൊക്കെ ശരിക്കും പറഞ്ഞാൽ കാണ്ടം ലേഖനവും ഏത് എഴുതി വിടും. അപ്പൊ അതൊക്കെ എഴുതി വിട്ടിട്ടുള്ള അദ്ദേഹത്തിന്റെ നിരാശ കൊണ്ടിട്ടാണ് ഈ പുല്ല് ഇവിടെ ഒന്നും നടക്കണല്ല എന്ന് പറയുന്നത്. നിരാശയാണ് അതിലൂടെ ബാധിക്കുന്നത്. ഞാൻ ആ കരൺ താപ്പറും ഇദ്ദേഹവുമായിട്ടുള്ള ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്കറിയാം അദ്ദേഹം എങ്ങനെയാണ് അതിനോട്. അദ്ദേഹം ഇമോഷണലിയാണ് പ്രതികരിക്കുന്നത്. സാധാരണ അദ്ദേഹം അങ്ങനെയല്ല, കുറച്ചുകൂടി ഇന്റലക്ച്വലി പ്രതികരിക്കുന്ന ഒരാളാണ്. ഒട്ടും കരിഷ്മയില്ലാത്തൊരു നേതാവ് കൂടിയാണ്. കാരണം ഇക്കാലത്ത് ഈ നരേന്ദ്രമോദിയെയോ അല്ലെങ്കിൽ ബാക്കിയുള്ളവരെയോ വെല്ലുവിളിക്കണമെങ്കിൽ ഇന്റർനാഷണൽ പ്രശ്നങ്ങളൊന്നുമല്ല. ഞാൻ പറയാം, പുള്ളി ചോദിക്കുന്നത് ഗൾഫില അതുപോലെ ചൈനയിൽ നിന്ന് യുദ്ധം ഉണ്ടായ എന്ത് ചെയ്യുമെന്നൊക്കെയാണ്. മനസ്സിലായി, ചൈനയിൽ നിന്നും ബാക്കിയുള്ള ഗൾഫ് അവിടെ ചൈനയിൽ നിന്നൊക്കെ യുദ്ധം ഉണ്ടായി പിന്നെ അവര് ചെയ്യും, അത് നമ്മളൊന്നും ചെയ്യണ്ട. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ എതിരാളികൾക്ക് പോലും, അത് ശരിയാണ് അദ്ദേഹം പറഞ്ഞത്, നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ എതിരാളികൾക്ക് പോലും നരേന്ദ്രമോദി ഇത്തരം കാര്യങ്ങളിൽ കുറച്ചുകൂടി സ്ട്രോങ് ആയി നിലപാടെടുക്കുമെന്ന വിശ്വാസം ഉണ്ട്. ഇദ്ദേഹത്തിന് കൺസിസ്റ്റൻസി ഇല്ല. ഇദ്ദേഹം ഇനി എന്നാണ് ഇവിടെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം വന്ന് വലിയ ഒരു ഹൈപ്പിലേക്ക് എത്തിയതിന് ശേഷം ഉടനെ ഒറ്റടിക്ക് നേരെ അദ്ദേഹം വേറെ എവിടെയെങ്കിലും രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്യും, അവിടെ സന്തോഷകരമായിട്ട് ജീവിക്കും. ഇത് ഗൗതം അറിയേണ്ടത് ഇന്ത്യയിലെ പൊളിറ്റിക്സും ഇന്ത്യയിലെ ബിസിനസ്സും ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രെഡ്മില്ലിലേക്ക് ഓടാൻ കയറുന്ന പോലെ തന്നെയാണ്. ഒരിക്കലും നിർത്താത്തൊരു ട്രെഡ്മില്ലിലേക്ക് ഓടുന്ന പോലെയാണ്. കൊച്ചം സൈച്ച് ക്ലബിലുള്ള ഒരു ബുക്കുണ്ട്, നിങ്ങൾ ഒരിക്കലും നിർത്താത്തൊരു ട്രെഡ്മില്ലിലേക്ക് ഓടുന്ന പോലെയാണ് കേരളത്തിലും ഇന്ത്യയിലൊക്കെ ബിസിനസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടി ഫാസ്റ്റായി ഓടേണ്ട ഒരു പരിപാടിയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ നിങ്ങൾക്ക് വൈകുന്നേരം 6 മണി കഴിഞ്ഞ് വീട്ടിൽ പോകാനോ ഒന്നും പറ്റില്ല. ഇപ്പോഴും 2029 രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണുന്നവരോട് എന്താ പറയാനുള്ളത്? രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്ന് സ്വപ്നം കാണുന്നവരോട് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഇന്ത്യ മുന്നണിയുടെ അവസ്ഥ എന്താണ്, ഇനി ഇത് വീണ്ടും തട്ടിക്കൂട്ടി എടുക്കുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത്, ഓരോ സ്റ്റേറ്റിലും അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. കോൺഗ്രസ് അതിനിടെ കൂടി അവരുടെ നിന്നുള്ള കഴുക്കോലും കൂടി ഊരി സ്വന്തം വീട്ടിലേക്ക് കൊണ്ടാകുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ DMK തകർത്തു. ശരി, DMK തകർത്തപ്പോഴത്തേക്ക് DMK കോൺഗ്രസ് വിട്ടു. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസിന് അറിയാം അടുത്തവണ വിജയോടൊപ്പം നിന്നാലായിരിക്കും ചിലപ്പോൾ കുറച്ച് MP ഉണ്ടാക്കാൻ പറ്റുക. അപ്പൊ അതുണ്ടാക്കാനുള്ള പരിശ്രമത്തിലാണ്. പക്ഷെ ഇത് അൾട്ടിമേറ്റ്ലി എന്ത് ചെയ്യണത്, ഇന്ത്യ മുന്നണിയെ അങ്ങനെ തന്നെ ദുർബലപ്പെടുത്തുകയാണ്. ഇനി അങ്ങനെ ദുർബലപ്പെടുത്തി കോൺഗ്രസ് വലിയ മൈറ്റി ആയിട്ടുള്ള ഒരു ശക്തിയായി മാറാനുള്ള എന്തെങ്കിലും പദ്ധതി ഇവരുടെ കയ്യിലുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് സംശയമുണ്ട് ഇവരുടെ കയ്യിൽ എന്തെങ്കിലും പദ്ധതി ഉണ്ടോ, എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ. കാരണം ആഴ്ചയിൽ ഇവരുടെ നിന്ന് ആളുകൾ വിട്ടുപോയിക്കൊണ്ടിരിക്കണേ. ഇനി ഈ ഇപ്പൊ പറയുന്ന ഇതേ വർത്താനം പറയുന്ന ശശി തരൂർ ഇപ്പൊ രാഹുൽ ഗാന്ധിനെ അനുകൂലിച്ചല്ലോ. ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന് 25 പ്രസ്താവനകളൊന്നും എടുത്തു നോക്കിയേ, അദ്ദേഹം ആരെ അനുകൂലിച്ചുകൊണ്ടിരുന്നു? അതെ. അപ്പൊ ഇതൊക്കെ അങ്ങനെ ഇപ്പൊ തൽക്കാലത്തേക്ക് രാഹുൽ ഗാന്ധിനെ അനുകൂലിച്ച് പുള്ളി പ്രസ്താവന ഇറക്കിയത് രാഹുൽ ഗാന്ധി എന്തോ വിളിച്ച് 2-3 നല്ല കാര്യം പറഞ്ഞുകൊണ്ടാണ്. അല്ല, ഇതിൽ രാമേന്ദ്ര ഗുഹ പറയുന്നുണ്ട് കോൺഗ്രസിൽ തന്നെ ക്വാളിറ്റി ഉള്ള ഒരുപാട് ആളുകളുണ്ട്, അവരെ മുൻപന്തിയിൽ കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അവരെ മുൻപന്തിയിൽ കൊണ്ടുവരലൊന്നും നടക്കില്ല. കാരണം അവരെ പ്രസക്തമായ കാര്യമൊക്കെ കറക്റ്റ് ആണ്. ഇപ്പൊ കേരളത്തിൽ VM സുധീരനുണ്ട് എന്ന് പറഞ്ഞ് VM സുധീരനെ മുൻപന്തിയിൽ കൊണ്ടുവന്നാൽ വലിയ തോതിലുള്ള അണികളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടൊന്നും കിട്ടില്ല. ഈ അണികളുടെ ഭാഗത്തു നിന്നുള്ള പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടും. പക്ഷെ അണികളുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് കിട്ടുമ്പോൾ ഒരു പാർട്ടിയിൽ ഒരു വീറ്റോ പവറുള്ള ഒരാളെന്ന് പറയുന്നത് ഒരു സംശയമില്ല, അത് രാഹുൽ ഗാന്ധിയാണ്, ഇതിടെ സോണിയാഗാന്ധിയാണ്, പ്രിയങ്ക ഗാന്ധി. ഇതിലിപ്പം രാമേന്ദ്ര ഗുഹ പറയുന്നുണ്ട് 2013 ഇത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു, ഇത്ര പെർസെന്റേജോളം വോട്ടുകൾ ഉണ്ടായിരുന്നു. കാലം കഴിയും തോറും ഇത് കൂടുകയല്ല, ഇത് കുറഞ്ഞു 13 സംസ്ഥാനങ്ങളിൽ അധികാരം ഉണ്ടായിരുന്നു, ഇപ്പൊ 4-5 എണ്ണത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇതില് രാഹുൽ ഗാന്ധി തന്നെയല്ലേ നമ്മൾ വിമർശിക്കേണ്ടത്? പിന്നെ ആരെയാണ് പറയേണ്ടത്? അദ്ദേഹമാണല്ലോ ലീഡർഷിപ്പിലുള്ളത്. എന്റെ പൊന്നു ഗൗതം, ഇതൊക്കെ പറയാൻ പോയി ഒരുപാട് പറയണം. ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന പുള്ളി 10 കൊല്ലം മുമ്പാണ്, ഒരു 4-5 കൊല്ലം മുമ്പ് ഏതാണ്ട് ഒരു 10-15 മണിക്കൂറുകൾ ഇവരായിട്ട് ചർച്ച നടത്തിയായിരുന്നു. ആ ചർച്ച നടത്തിയപ്പോൾ ഞാനൊക്കെ അന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതായത് പ്രശാന്ത് കിഷോർ ചിലപ്പോൾ കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി ആവും, സംഘടനാകാരി ജനറൽ സെക്രട്ടറി ആവും, അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഒരു സ്ട്രാറ്റജി എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്യും, ഇത് റിവൈവ് ചെയ്യാനുള്ള ഒരു സ്ട്രാറ്റജി പുള്ളി രൂപം കൊടുക്കും. പുള്ളിയോട് കോൺഗ്രസ് ഡിസ്കസ് ചെയ്തപ്പോൾ പെട്ടെന്ന് തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ജയിക്കാമെന്നാണ് ചോദിച്ചത്. ജയിക്കാൻ പറ്റില്ല എന്ന് പുള്ളി പറഞ്ഞു. പകരം എന്ത് ചെയ്യണം, സംഘടനയെ മൊത്തത്തിൽ റിവൈവ് ചെയ്യണം.
ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം സംഘടന വളരെ ശിഥിലമാണ്. പക്ഷേ നിങ്ങൾക്കൊരു സ്ട്രോങ് വോട്ട് ബാങ്ക് ഇപ്പോഴും ഉണ്ട്. 10 കോടിയിലധികം വരുന്ന വോട്ട് ബാങ്ക് ഉണ്ട്. അപ്പോൾ പക്ഷേ സംഘടന റിവൈവ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു കുതിച്ചുകയറ്റം ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ അതിന് 10 കൊല്ലത്തേക്കുള്ളൊരു പ്ലാനാണ് അദ്ദേഹം ഏതാണ്ട് ഒരു 10-15 മണിക്കൂർ എടുത്ത് പവർ പോയിന്റ് പ്രസന്റേഷനിലൂടെ കൃത്യമായിട്ട് അവതരിപ്പിച്ചത്. പക്ഷേ സംഭവം എന്ത് ചെയ്തു? അന്നേരമൊക്കെ ആവേശത്തോടെ കേട്ടു, ഓക്കെ നമുക്ക് റെഡിയാക്കാന്ന് പറഞ്ഞു. പക്ഷെ പിന്നെ എന്ത് ചെയ്തില്ല. ഇനി അതിനു മുമ്പ് ഉത്തർപ്രദേശിൽ കോൺഗ്രസിന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതി ഉണ്ടാക്കിയപ്പോൾ ഇതുപോലെ പ്രശാന്ത് കിഷോർ ആകെ പരാജയപ്പെട്ടൊരു ഇലക്ഷൻ അതാണ്. ആ ഇലക്ഷനിൽ പരാജയപ്പെടാനുള്ള കാരണം നമ്മുടെ പ്രിയങ്ക ഗാന്ധിയെ അവിടെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഒരു പ്രചരണത്തിന് തുടക്കമിടണം എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. ഏറ്റവും ലാസ്റ്റ് എത്തിയപ്പോൾ ഒരു പറഞ്ഞു അത് പറ്റില്ലെന്ന് പറഞ്ഞു. പകരം പ്രിയങ്ക ഗാന്ധിക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് ചാർജ് കൊടുക്കാന്ന് പറഞ്ഞോട്. ഇതൊക്കെ ആരറിയാതെ ചാർജ് കൊടുത്ത. അസമയം പ്രിയങ്ക ഗാന്ധി ഉത്തർപ്രദേശിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഉയർത്തി കാണിച്ചാൽ അതൊരു നാഷണൽ ലെവൽ പ്രചാരണം വരും. കുറച്ചുകൂടി വോട്ട് കോൺഗ്രസിന് ഉറപ്പായിട്ടും കൂടും. മനസ്സിലായത്? ആ 3% വോട്ടാന്ന് കിട്ടിയ. അപ്പൊ അതുകൊണ്ട് ഇതിനൊരു ലോങ് ടൈം പോളിസി വർക്കില്ല. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള എഫേർട്ടുകളില്ല. കൺസിസ്റ്റന്റ് അല്ല. അതാണ് പ്രശ്നം. ഗൗതമോട് ഞാൻ ചോദിക്കും, ഞാനിപ്പോൾ 10 കാര്യം പുള്ളി പ്രഖ്യാപിച്ചേ പറഞ്ഞത്. ഇപ്പൊ വോട്ട് ചോരി എന്തായെന്ന് ചോദിച്ചാൽ അറിയാൻ പാടില്ല. 25 ലക്ഷം ആളുകൾ വിശ്വാസത്തോടുകൂടി ആ വെബ്സൈറ്റിൽ മെമ്പർഷിപ്പ് എടുത്തതാ. അവരെന്തിനു വേണ്ടി ഉപയോഗിച്ചു? വോട്ട് ചോരിയുടെ ആ ക്ലാസിക് പ്രസന്റേഷൻ ആയിരുന്നു, ഒരു സംശയമില്ല. 6 മാസം പണിയെടുത്ത് ഗംഭീരമായിട്ട് നടത്തിയ പ്രസന്റേഷൻ ആയിരുന്നു. ആ കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പക്ഷേ ഏതാണ് അത്തരത്തിലുള്ള നിരാശകളിൽ നിന്ന് ഗുഹ പുറത്തേക്ക് വന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ പുറത്തേക്ക് വരാൻ അധികം സമയമില്ല. രാമചന്ദ്ര ഗുഹ പുറത്തേക്ക് വന്നു. ഇനി ബാക്കിയുള്ള ആളുകളൊക്കെ ഇതൊന്നും ശരിയാവില്ല. ഇതെപ്പോ മുതൽ തുടങ്ങിയാന്ന് കൂടി അറിയണം. മറ്റേ 23 പേരുടെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആര്? കപിൽ സിബല്, ഗുലാം നബി ആസാദ്, ഇത്തരത്തിലുള്ള ആളുകൾ. അവരെയൊക്കെ പതുക്കെ അതിലുണ്ടായിരുന്നാണ് നമ്മുടെ ശശി തരൂരൊക്കെ. മനസ്സിലായി? ശശി തരൂരും ലാസ്റ്റ് ശശിയായി. ആകെ അവിടെ ഇതിൽ മാത്രം മെമ്പർഷിപ്പ് കൊടുത്തിട്ടുള്ളൂ. കേൾക്കുമ്പോൾ എന്താണ്? തോറ്റയാളെയും ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്തു. എവിടെ അക്കോമഡേറ്റ് ചെയ്തു? പ്രവർത്തക സമിതിയിലേക്ക് അക്കോമഡേറ്റ് ചെയ്തു. എന്നിട്ട് ഒരു സംസ്ഥാനത്തും അദ്ദേഹത്തെ സ്റ്റാർ ക്യാമ്പയിനറായിട്ട് വെച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്വം കൊടുത്തിട്ടില്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ വളരെ ലൂസായി സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റേ ചോദ്യത്തിലേക്കൊന്നും കടക്കണ്ടായിരുന്നു. ചൈന യുദ്ധം ചെയ്താൽ എന്തായിരിക്കും ചിലപ്പോൾ അതൊക്കെ വേറെ ആളുകൾ പോയിക്കോളും. അതൊന്നും ഓർത്ത് നമ്മൾ പേടിക്കാനില്ല. അതൊന്നും ഓർത്ത് പേടിക്കേണ്ട ആവശ്യം. രാഹുൽ ഗാന്ധി അതൊന്നും പേടിക്കണ്ട. പുള്ളിയോട് തൽക്കാലം ഇവിടെ ജോഡോ യാത്ര നടത്തിയപ്പോൾ ഞാനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പുള്ളി റോഡിലേക്ക് ഇറങ്ങി, അതിന്റെ ഗുണം കിട്ടി. പുള്ളി ഇനിയും തെരുവിലേക്ക് ഇറങ്ങിയ അടുത്ത 2027 വരെ സമയമുണ്ട്. 27-28 വരെ സമയമുണ്ട്. അതിനിടക്ക് പുള്ളി തെരുവിലേക്ക് ഇറങ്ങിയാൽ പുള്ളിക്ക് വോട്ട് കൂടുതൽ കിട്ടും, അല്ലെങ്കിൽ പ്രശ്നവും. പിന്നെ കഴിഞ്ഞ തവണ ഏറ്റവും കുറവ് സ്ഥലത്താണ് മത്സരിച്ചത്. ഈ ഇന്ത്യ മുന്നണിയുടെ ഒക്കെ ഗുണത്തിൽ കൂടിയാണ് ഈ 99 സീറ്റിലേക്ക് എത്തിയത്. 440 സീറ്റ് ഉണ്ടായ പാർട്ടിയാണെന്ന് ആലോചിക്കണം, രാജീവ് ഗാന്ധിയുടെ കാലത്ത്. അപ്പൊ അതിനുശേഷമാണ് ഇതിലേക്ക് വന്നേക്കണം. അപ്പൊ അതുകൊണ്ട് ഈ പാവം രാമചന്ദ്ര ഗുഹസാറിന്റെ ഒക്കെ നിരാശയാണിത്. വേറെ പ്രശ്നമൊന്നുമില്ല. രാഹുൽ ഗാന്ധി മാറണം. വേറെ ആരാക്കാൻ? രാഹുൽ ഗാന്ധി ഇപ്പോഴും മാറിയിട്ടുണ്ടല്ലോ. ഗുഹത്തിന് അതും മനസ്സിലായിട്ടില്ലേ? രാഹുൽ ഗാന്ധി അല്ലല്ലോ ഇപ്പൊ. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കേണ്ട ആവശ്യമില്ല. കോൺഗ്രസിന്റെ ലീഡർ എന്ന് പറയുന്നത് മല്ലികാർജുൻ ഖാർഗെയാണ്. പക്ഷെ ആരും വിശ്വസിക്കുന്നില്ല പുള്ളിയാണ് ലീഡർ. കാരണം എല്ലാവർക്കും അറിയാം പുള്ളിയല്ല ഫൈനൽ വാക്കാരാണത്. ഇതില് ശശി തരൂർ പറയുന്നത് ഈ മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വിലയിരുത്തുന്നത് ശരിയാണോ എന്നുള്ളതാണ്. ശരിയാണ്, മുൻകാലങ്ങളിലും എല്ലാത്തിലും തോറ്റിട്ടുണ്ട്. അതിൽ മാത്രം വിലയിരുത്താൻ പാടുണ്ടോന്നാണ്. അല്ല, നമ്മളിപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ. അങ്ങനെ മുൻപരിചയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ചില ആളുകൾ ഇവോൾവ് ചെയ്ത് വരാനൊക്കെ സമയം എടുക്കുമല്ലോ. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കെ മുരളീധരൻ ആദ്യം കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ പറഞ്ഞാണ്, പിന്നെ ഇവോൾവ് ചെയ്ത് വന്നാണ്. അതുപോലെ പക്ഷെ ഇവോൾവ് ചെയ്ത് വരേണ്ട സമയം കഴിഞ്ഞു. മനസ്സിലായി? ഇപ്പൊ ഞാൻ പറയണത് മറ്റതൊക്കെ വിടുന്നേ, വെറുതെ അതൊക്കെ ചർച്ച ചെയ്ത സമയങ്ങളിൻ്റെ അല്ല. പുള്ളി ഇന്ത്യൻ പ്രസിഡന്റ് പ്രധാനമന്ത്രിയാകും, അമേരിക്കൻ പ്രസിഡന്റ് ആകും എന്നൊക്കെ വിടുന്ന് പറയാം. ഒന്നും ആകുമ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ ഇത് നോക്കാം ആദ്യം തന്നെ. ഈ പ്രതിപക്ഷ നേതാവിന്റെ റോള് പോലും പുള്ളി കൃത്യമായിട്ട് ചെയ്യാത്തതിന്റെ ഏറ്റവും വലിയ നിരാശയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അത് പുള്ളിയുടെ ടോക്കിൽ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. അത് ഇത് തുറന്നു പറഞ്ഞാൽ ഇനി ആദ്യം ഇപ്പൊ രാമേന്ദ്ര ഗുഹ, ഇനി കോൺഗ്രസിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിരവധി ആളുകൾ കൂടി ഇതുപോലെ വരാനുണ്ട്. പിന്നെ പുള്ളി കുറച്ചുകൂടി സിൻസിയർ ആയിട്ടുള്ള ഒരാളാണ്. എന്തെങ്കിലും കിട്ടപ്പോരുണ്ടാന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്ന ആളല്ല. ലെഫ്റ്റിനെയും റൈറ്റിനെയൊക്കെ വിമർശിക്കുന്ന ഒരാളാണ് പുള്ളി. എന്തെങ്കിലും ഒരു സ്ഥാനം, അതായത് ഏതെങ്കിലും ഒരു മെമ്പർ സ്ഥാനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെമ്പർ സ്ഥാനോ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ടാണ് ഇതിന്റെ കുഴപ്പം.
അത്തരത്തിലുള്ള ആളുകൾ ഇനിയും വന്ന് ഇവരെ വിമർശിക്കും. അവർക്ക് വലിയ ക്രെഡിബിലിറ്റി ഉണ്ട് സമൂഹത്തിൽ. ഇപ്പൊ വലിയൊരു ഇന്റലക്ച്വൽ അപ്പർ ക്ലാസ്സുകളുടെ ഇടയ്ക്ക് വലിയ ക്രെഡിബിലിറ്റി ഉള്ള ഒരാളാണ് രാമേന്ദ്ര ഗുഹ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ തന്നെ വളരെ ഗംഭീരമായിട്ടുള്ള പുസ്തകങ്ങളാണ്, നിരീക്ഷണങ്ങളാണ്. അപ്പൊ അതൊക്കെ തന്നെ ഇനി ചർച്ച ചെയ്യും. വേറെ സംഭവമൊന്നുമില്ല.